അവരെ സംബന്ധിച്ചുള്ള ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുസ്ലിംസ് ഇല്ല. അപ്പൊ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? കാശ്മീരിലത്തെ മുസ്ലിംസ് ആണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. കാശ്മീരിലെ പഹൽഗാമിൽ വന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ച് 27 പേരെ കൊല ചെയ്ത വാർത്ത നമ്മളെ ഭയപ്പെടുത്തുന്നു. എവിടെയും ഭീകരവാദ ആക്രമണം കൊണ്ട് ഒരാൾ മരിച്ചാൽ അത് വളരെ വേദനയാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടെ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്യുന്നു. സുന്ദരമായ കാശ്മീരിനെ കാണാനും അവിടുത്തെ എല്ലാം ആസ്വദിക്കാനും ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അതിനിടയിലെ ഭീകരവാദ ആക്രമണങ്ങൾ അത് ഒരു വലിയ കല്ലുകടി തന്നെയാണ്. ഈ അക്രമങ്ങളെ ചെറുക്കാനും തടയാനും നമ്മുടെ ഗവൺമെൻറ്റും പട്ടാളവും ഒരുപാട് ശ്രമങ്ങളാണ് നടത്തുന്നത്. അതെല്ലാം മറികടന്നും ഇത്തരം അക്രമങ്ങൾ നടത്തി ആളുകളെ കൊല്ലാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ രാജ്യം കാര്യമായി തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് മിലിറ്ററി എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മിലിറ്ററി. അല്ല മിലിറ്ററി ആയിട്ട് ഒരു തീരുമാനം എടുക്കില്ല. അവരിപ്പം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളായിരിക്കും ഇവർ ഏത് വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് വന്നത്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം അത് പ്രൈം മിനിസ്റ്റർ ഡിസിഷൻ എടുത്തിട്ട് യെസ് വി ആർ ഗോയിങ് ഔട്ട് വിത്ത് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാത്രമാണ് മിലിറ്ററിയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു അറ്റാക്ക് നടന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മളെവിടേക്കോ ഒന്ന് റിലാക്സ് ചെയ്തോ എന്നുള്ളത് തോന്നുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഒരു ഇൻസർജൻസി ഏരിയയിൽ എപ്പോഴും നമ്മൾ മിലിറ്ററിനെ വിഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനൊന്ന് ലൂസാക്കുന്ന സമയത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് പതുക്കെ നോർമൽസിയിലോട്ട് വരും. ആ നോർമൽസിയിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഇവിടെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു സമയം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാശ്മീരിൽ ഒരു നോർമൽസിയിലോട്ട്. സാധാരണ ജനജീവിതം ഇവിടെ കേരളത്തിനകത്ത് നടക്കുന്ന ഒരു ജനജീവിതത്തിൽ നിങ്ങൾ തോക്കെടുത്തിട്ടുള്ള ആൾക്കാരൊന്നും കാണില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന്റെ ഇടയിൽ ഇവന്മാർ ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ റിപ്പർക്കഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽക്കൂടിയാണ് അത് തന്നെ പെര കത്തുന്ന സമയത്ത് കഴുക്കോൽ ഊര എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടേക്ക ഹിന്ദു കോനെ മുസ്ലിം കോനെ. അവന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ, ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുസ്ലിംസ് ഇല്ല. അപ്പൊ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? കാശ്മീരിലത്തെ മുസ്ലിംസ് ആണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. ഈ ലഷ്കർ എ തൊയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ അത് അമീൻദാറിന്റെ സമയം തൊട്ടിട്ട് അത് 80s ഈ അമീൻദാർ മാഗം വില്ലേജ് എന്നുള്ള അമീൻദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടാണ് അവന്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കർ എ തൊയ്ബയുടെ ഫുൾ പാകിസ്ഥാനിൽ വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത്. ഹിന്ദുവിൻ്റെ പേരിലായാലും മുസ്ലിമിൻ്റെ പേരിലായാലും ക്രിസ്ത്യാനിയുടെ പേരിലായാലും ഇനി മറ്റു മതത്തിൻ്റെ പേരിലായാലും നടത്തുന്ന ഇത്തരം അക്രമങ്ങൾ ആ മതവുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം. അവരെല്ലാം ആ മതത്തിൽ പെട്ടവരല്ല. കാരണം ഒരു മതവും ഇത്തരം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ്. എന്നാൽ ഇറച്ചിക്കടക്ക് മുന്നിൽ എല്ലിൻ കഷ്ണം കിട്ടാൻ കാത്തിരിക്കുന്ന നായയെ പോലെ ചിലർ മാത്രം ഇത്തരം വിഷയങ്ങളെ ആളിക്കത്തിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് കാണാതിരിക്കാൻ കഴിയില്ല. ഞാനിതിലൊറ്റ കാര്യം പറയുന്നത്, ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി തുണി പൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാതെ നോക്കിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാനും അത് അഡ്രസ്
അഡ്രസ് ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതുകൂടാതെ ഇതൊരു വെറുതെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാതെ ഇത് ഒരു ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഒരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റി മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി അവരതിനെ മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച ഒരാളാണ് ആരിഫ് ഹുസൈൻ. എന്നാലും ഇപ്പോൾ അതിന് നല്ല രീതിയിൽ വ്യക്തമായി മറുപടി നൽകിയിരിക്കുകയാണ് കാശ്മീരിനെയും പഹൽഗാമിനെയും നന്നായി അറിയുന്ന മേജർ രവി. മേജർ രവിയുടെ പല അഭിപ്രായങ്ങളോടും നമ്മൾ അനുകൂലിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ സമയത്ത് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നാലും ശരി പറയാൻ മടിക്കുന്ന ചിന്തകളെ ഒരു മുൻ പട്ടാളക്കാരൻ തൻ്റെ ഇടത്തോടെ പറയാൻ കാണിച്ച ആ ധൈര്യത്തെ സല്യൂട്ട് ചെയ്തേ പറ്റൂ. അവിടെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഹിന്ദു ആണോ മുസ്ലിം ആണോ, അവിടെ എന്താ നിങ്ങൾ CPM ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരും വെടിവെക്കുന്നത്? So that means there is a hidden agenda of creating communal violence in this country. That's the best way to ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കുക. അതിനകത്ത് വരുന്ന ഭീകരാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കല്ല. അപ്പോൾ അതാണ് ആക്ച്വൽ ഭീകരവാദം. അതാണ് അവരവിടെ കാശ്മീരിൽ നിന്ന് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് പാകിസ്ഥാൻ സ്പോൺസറൊന്നും ചെയ്യില്ല. ഇത് ഇവിടുന്ന് തന്നെ ആരോ സ്പോൺസർ ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അങ്ങനെ പാകിസ്ഥാൻ ഇവരുടെ ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് സമാനത്തോടെ ജീവിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും ശരി ഇന്ത്യക്കാരെ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വെറുതെ നിസ്സഹായരായിട്ടിരിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള കാണിച്ച നിങ്ങളുടെ ധീരതയല്ല, നിങ്ങളുടെ ഭീരത്വം ഉണ്ടല്ലോ. പാകിസ്ഥാന് പങ്കില്ല എന്നുള്ളത് പറയുന്നത് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് മിലിറ്ററിയുടെ അണ്ടറിലാണ്. അവിടെ അതുകൊണ്ടാണ് എപ്പോഴും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ടോപ്പ് ചെയ്തുകൊണ്ട് മിലിറ്ററിക്കാർ ടേക്ക് ഓവർ ചെയ്യുന്നത്. പർവേഷ് മുഷറഫ് ഒരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കിയിട്ടാണ് അയാൾ കയറി പ്രസിഡൻ്റ് ആയത്. സോ അവിടുത്തെ ഡെമോക്രസി അല്ല, അവിടുത്തെ ഹിപ്പോക്രസിയും ഓട്ടോക്രസിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രസിയാണ്. അവിടുത്തെ ക്രേസിയാണ്, ക്രസി അല്ല അത്. അപ്പം ദ ബഗേഴ്സ് ആർ ക്രേസി ബഗേഴ്സ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞെന്നറിയോ? കാരണം അവർക്കിപ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അറ്റാക്കോ താങ്ങാനുള്ള ശക്തിയില്ല, ഫൈനാൻഷ്യലി ഇല്ല, ഫിസിക്കലി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശരിയായിരിക്കും, ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ISI എന്ന് പറയുന്ന തലയ്ക്ക് യാതൊരു വെളിവുമില്ലാത്ത കുറച്ചെണ്ണമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്കുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട അത് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത്. അപ്പോൾ ഈ സൈഡിലും ഈസ്റ്റേൺ സെക്ടറിലും വെസ്റ്റേൺ സെക്ടറിലും ഇതുപോലുള്ള അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കഴിഞ്ഞ് കത്തിമടാളുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യം വേറൊരു ലെവലിലേക്ക് പോകും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ അവിടെ ഉണ്ടായിരിക്കുന്ന ശത്രുവിൻ്റെ ഒരു അറ്റാക്കാണ്. അതിൽ മരിച്ചിരിക്കുന്ന 28-29 പേരെന്ന് പറയുന്നത് അത് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, പേര് ഞാൻ ചോദിക്കില്ല എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിനകത്തുണ്ടാവണം. മുണ്ട് പൊക്കി നോക്കിയോ അല്ലെങ്കിൽ മതം ചോദിച്ചോ ആണ് ഈ കൊലകളെല്ലാം നടത്തിയത് എങ്കിലും ഈ അക്രമകാരികൾക്കെല്ലാം ഒറ്റ മതമേ ഉള്ളൂ, അതാണ് ഭീകരവാദ മതം. അത്തരം ഭീകരവാദികൾ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലുമുണ്ട്. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും എന്തിന് ചരിത്രങ്ങളിൽ പോലുമുണ്ട്. അവരൊക്കെ ഒറ്റ മതത്തിലാണ് വരിക, ഭീകരവാദി മതത്തിൽ. ആരിഫ് ഹുസൈൻ തുണി പൊക്കി നോക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് അത് അയാളുടെ നല്ലൊരു കച്ചവടമാണ്. പഹൽഗാം സംഭവം ഉണ്ടായത് അറിഞ്ഞ ഓരോ ഇന്ത്യക്കാരനും വേദനിച്ച വേദന വലിയ വേദന തന്നെയാണ്. കാരണം പല പ്രശ്നങ്ങൾക്കും നടുവിൽ നിന്ന് ഒന്ന് സന്തോഷിക്കാനും ആഘോഷിക്കാനും വന്നവരെ കൊല ചെയ്യുന്നത് ആരും അംഗീകരിക്കില്ല. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നത് ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ മാത്രമായിരിക്കും. കാരണം കുറച്ച് ദിവസം അവർക്ക് ഇതിലൂടെ നല്ല കച്ചവടം നടത്താം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരുപാട് കാലം നമ്മുടെ പട്ടാളത്തിൽ സേവനം ചെയ്ത മേജർ രവി എന്ന മനുഷ്യൻ്റെ വാക്കുകൾ പൊന്നാകുന്നത്.